മൈക്രോസോഫ്റ്റ് അല്ലേ കാർത്തിക്, US-ന്റെ പ്രധാനപ്പെട്ട കമ്പനികൾ മൈക്രോസോഫ്റ്റ് ഉണ്ടാകും, ആപ്പിൾ ഉണ്ടാകും, ഗൂഗിൾ ഉണ്ടാകും തുടങ്ങിയ കമ്പനികൾ ഇറാന്റെ ഭീഷണി അത്തരത്തിലാണ്. നേതാക്കളെ US-ഉം ഇസ്രായേലും ലക്ഷ്യമിട്ട് തുറന്നാൽ ഈ ആപ്പിൾ, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ US-ന്റെ ടെക് കമ്പനികളെല്ലാം ആക്രമിക്കുമെന്നാണ് ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ ഓരോ വധത്തിനും പകരമായാണ് ഈ കമ്പനികൾ അവരുടെ ഓരോ യൂണിറ്റുകളുടെയും നാശം പ്രതീക്ഷിക്കണമെന്ന് പറയുന്നത്. ഈ ഉദ്യോഗസ്ഥരോടും ഇപ്പോൾ രാജ്യം ഈ സ്ഥലങ്ങൾ വിടണമെന്നാണ് ഈ 18 കമ്പനികളുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ, ജീവൻ സംരക്ഷിക്കണമെങ്കിൽ തൊഴിലിടങ്ങൾ വിടണം എന്നൊക്കെയാണ് പറയുന്നത്. അത് വളരെ ഗൗരവതരമാണ്. കാരണം ഈ ആക്രമണത്തിലെ തലങ്ങൾ ഇറാൻ മറ്റു മേഖലകളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഇറാന്റെ സംശയം, അല്ലെങ്കിൽ ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് അമേരിക്ക തങ്ങളുടെ പല ടാർഗറ്റുകളും കണ്ടെത്തുന്നത്. അതിന് ഈ കമ്പനികൾ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. കാർത്തിക്, തീർച്ചയായിട്ടും ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തുന്നതിലടക്കം നിർണായകമായത് അവിടുത്തെ ട്രാഫിക് ക്യാമറകൾ ഹാക്ക് ചെയ്തുകൊണ്ടുള്ള AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈനിക നീക്കങ്ങളായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും ആ ഘട്ടം മുതൽ തന്നെ വലിയ തോതിൽ ഉള്ള പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ വൻകിട കമ്പനികൾക്കെതിരെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ വ്യക്തമായിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പ്രതികരണങ്ങൾ അനുസരിച്ച് ഗൂഗിൾ, മെറ്റ, അതോടൊപ്പം തന്നെ ആപ്പിൾ അടക്കമുള്ള വൻകിട കമ്പനികൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 18 കമ്പനികളുടെ പട്ടിക നിരത്തിക്കൊണ്ട് ഈ മുന്നറിയിപ്പ് നൽകുന്നു. സ്വാഭാവികമായും ഇറാൻ പലതരത്തിലാണ് അവരുടെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചത്. അതിലേറ്റവും പ്രധാനം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ ഇത്തരത്തിൽ സൈനിക ബേസുകളിൽ ശക്തമായ ആക്രമണം നടത്തി. സൈപ്രസിലടക്കം ആക്രമണം നടത്തി. അങ്ങനെ അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് ഈ യുദ്ധത്തിൻ്റെ, കഴിഞ്ഞ ഒരു മാസം നീണ്ട യുദ്ധത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഇറാൻ സ്വീകരിച്ചത്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിലൊരു ഭീഷണി എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അത് ഏറെ ഗൗരവമുള്ളതുമാണ്. കാരണം ഇത്തരത്തിൽ വൻകിട കമ്പനികൾ ആക്രമിക്കപ്പെട്ടാൽ അത് വലിയ തോതിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഇൻ്റർനെറ്റ് ഹാക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ ഇറാനിൽ ആഭ്യന്തര കലാപം നടക്കുമ്പോൾ സമാന്തരമായി ഇലോൺ മസ്കിൻ്റെ സഹായത്തോടു കൂടി സമാന്തര ഇൻ്റർനെറ്റ് സംവിധാനം അടക്കം അവിടെ നൽകിയ തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു.